وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون. ثم قفينا على آثارهم برسلنا وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتغوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 23 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാഹ് 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കുക, പകർത്തുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ സ്വർഗവും നേടിയെടുക്കാൻ യത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് സൂറത്തുൽ ഹദീദിലൂടെ അള്ളാഹു ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി. അത് ചെലവഴിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളോ ദുരിതങ്ങളോ വേദനകളോ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഖദർ ഖളാഇൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് വേണ്ടത്. എല്ലാം ആ വിഷയത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റഹ്മാനായ റബ്ബ് കൃത്യമായി അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നും അള്ളാഹുവിൻ്റെ രേഖയിലില്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലാകട്ടെ, അതല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്ത് പ്രശ്നങ്ങളാകട്ടെ, എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന കൃത്യമായ ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. എല്ലാം അള്ളാഹു തീരുമാനിച്ചതിനനുസരിച്ചാണ് നടക്കുന്നത് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് സമ്പത്തുകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമാകട്ടെ,
അതല്ലെങ്കിൽ എന്താണെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിനെക്കുറിച്ച് വ്യാപലാതിപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയേണ്ടവരല്ല നമ്മളൊന്നും. എന്തെങ്കിലും സന്തോഷങ്ങളോ നിഅമത്തുകളോ റഹ്മാനായ റബ്ബ് നൽകുമ്പോൾ ആ അനുഗ്രഹത്തിൽ മതിമറന്ന് അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും ഒക്കെ മറന്ന് അമിതമായ ആഹ്ലാദം ഉണ്ടാകരുത് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ട്, പൊങ്ങച്ചക്കാരും ദുരഭിമാനികളുമായ ആളുകൾ അങ്ങനെ ജീവിച്ചാൽ അത്തരം ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും നാം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട വളരെ ശക്തമായ ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. തുടർന്ന് 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ചിലവഴിക്കാതെ പിടിച്ചു വച്ചാലുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ. എങ്ങനത്തെവരാണവർ? യബ്ഖലൂന, ബുഖ്ല് പിശുക്ക്, ബുഖ്ല് പിശുക്ക്. യബ്ഖലൂന, അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്നവർ. അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അവരെന്ത് ചെയ്യൂല? ചിലവഴിക്കുകയില്ല. ചിലവഴിക്കാതെ അത് കൊടുത്താൽ കുറഞ്ഞു പോകുമോ, ഞാൻ ദാരിദ്ര്യത്തിൽ അകപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് പിശുക്ക് കാണിക്കുന്ന ആളുകൾ. പിന്നെയോ അവർ പിശുക്ക് കാണിക്കും എന്ന് മാത്രമല്ല, വയഅ്മുറൂന, അവർ കൽപ്പിക്കുകയും ചെയ്യും, അന്നാസ, ജനങ്ങളോട് അവർ കൽപ്പിക്കുകയും ചെയ്യും, ബിൽ ബുഖ്ല്, പിശുക്ക് കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ ചെയ്യുന്ന ആളുകൾ. അവർ പിശുക്ക് കാണിക്കും. എന്നിട്ട് മറ്റുള്ള ആളുകളോ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ആ ദാനത്തിൽ നിന്ന്, സ്വതക്കയിൽ നിന്ന്, കൊടുക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഇജ്ജെന്തിനാണ് എങ്ങനെയൊക്കെ കൊടുക്കുന്നത്? അത്രയൊന്നും കൊടുക്കണ്ട, അത്രയൊക്കെ കൊടുത്താൽ വലിയ ക്ഷീണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തെ, കൊടുക്കുന്ന കുടുംബത്തെയാണെങ്കിലും അതല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരെയാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരെയാണെങ്കിലും ഒക്കെ വയഅ്മുറൂന അന്നാസ ബിൽ ബുഖ്ൽ, പിശുക്കിന് പ്രേരിപ്പിക്കുകയും അത്രയൊന്നും കൊടുക്കണ്ട, അങ്ങനെയൊന്നും കൊടുക്കണ്ട, അതിനൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിശുക്കാൻ, കൊടുത്താൽ തീർന്നു പോകും, ഈ രീതിയിൽ കൽപ്പിക്കുകയും ചെയ്യുന്നവരെ. വമൻ യതവല്ല ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു മുകളിൽ പറഞ്ഞു, അത്തരം അഹങ്കാരികളായ, പത്താസ് കാണിക്കുന്ന ആളുകൾ, ദുരഭിമാനികളാകുന്ന ആളുകൾ, പെരുമ നടിക്കുന്ന ആളുകൾ, അവരെയൊന്നും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അല്ലദീന യബ്ഖലൂന, അതായത് പിശുക്ക് കാണിക്കുകയും പിശുക്ക് കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു എന്ത് ചെയ്യില്ല? അവരോട് അല്ലാഹുവിന് വെറുപ്പാണ്. പിശുക്ക് കാണിക്കുന്നവരോട് അല്ലാഹുവിന് വെറുപ്പാണ്. അവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. വമൻ യതവല്ല, ആരെങ്കിലും തിരിഞ്ഞുപോയാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയിട്ടുള്ള, മുകളിൽ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, താൽക്കാലികമായി ആ സമ്പത്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ്, അതിനെ അധികാരപ്പെടുത്തിയതാണ്, കുറച്ചു കാലത്തേക്ക് മാത്രമാണ്, അതല്ലാതെ സമ്പത്തിന്റെ പൂർണ്ണമായ കാലാകാലമുള്ള അധികാരം നിങ്ങൾക്കല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ടും കൊടുക്കാതെ പിശുക്ക് കാണിക്കുകയും സമ്പത്ത് ചിലവഴിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാത്ത ആളുകൾ, അവരോട് അല്ലാഹു പറയാ, ഫഇന്നല്ലാഹ വമൻ യതവല്ല, ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അവർ അറിയേണ്ടത്, ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഹുവ, അവൻ, അൽ ഗനിയ്യ, അവൻ ധന്യനാണ്, മറ്റൊരാളെയും ആശ്രയിക്കാത്തവനാണ്, അൽ ഹമീദ്, അവൻ സ്തുതിക്കപ്പെടുന്നവനുമാണ്. നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ ദാനധർമ്മം ചെയ്തത് കൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിന് വലിയ നേട്ടമൊന്നുമില്ല. അള്ളാഹു നിങ്ങൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അള്ളാഹു ഗനിയ്യ തന്നെയാണ്, അവൻ ധന്യനാണ്, അവൻ സ്തുതിക്കപ്പെടുന്നവനാണ്. നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ട് അള്ളാഹു വലിയ ധന്യനാവുകയോ അവൻ സ്തുതിക്കപ്പെട്ടവനാവുകയോ ചെയ്യുകയില്ല. നിങ്ങൾ കൊടുത്തില്ല എന്നതുകൊണ്ട്, നിങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ധന്യതക്കോ അവൻ സ്തുതിക്കപ്പെടുന്നതിൽ നിന്നോ അവന് യാതൊരു കുറവും യാതൊരു ചുരുക്കവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 23-ാമത്തെ ആയത്തിൽ അള്ളാഹു മൊത്തത്തിൽ ഒരു വിഷയം പറഞ്ഞു, വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനികളായ, പൊങ്ങച്ചക്കാരായ ഒരാളെയും അതേത് തരത്തിലുള്ള ദുരഭിമാനമാകട്ടെ, പൊങ്ങച്ചമാകട്ടെ, ഞാനെന്ന ആ ഒരു അഹങ്കാരം, അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു വിഭാഗത്തെ എടുത്തു പറഞ്ഞു. അതാരാണ്? പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന്. അള്ളാഹു നൽകിയിട്ടുള്ള ധനം, ആ ധനത്തിന്റെ പേരിൽ അഹങ്കാരികളാകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം.
ആ ധനമൊക്കെ കിട്ടിയത് അതെന്റെ സാമർഥ്യം കൊണ്ടാണ്, എൻ്റെ വിവരം കൊണ്ടാണ്, എൻ്റെ വിജ്ഞാനം കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും സാമർഥ്യമൊക്കെയാണ് കൊണ്ടാണ് അത് കിട്ടിയത് എന്ന് അഹങ്കരിച്ച് അത് പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാത്ത ചില ആളുകളെയൊക്കെ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും തിന്മകളുള്ള പലർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണെന്ത്? ആ തിന്മകൾ മറ്റുള്ളവരിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക എന്നത്. അപ്പൊ ഏത് തിന്മകളാണെങ്കിലും ഒരു തിന്മ ചെയ്യുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രം തിന്മ ചെയ്താൽ പോരാ, ആ തിന്മയുടെ വാക്താക്കളായി മറ്റുള്ള ആളുകളും മാറണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് സമ്പത്തുണ്ടാക്കണം എന്നതിലുപരി അവർ ആഗ്രഹിക്കുന്നത് ഞാൻ അതിൻ്റെ അടിമയാണ്, അതുകൊണ്ട് മറ്റുള്ള ആളുകളും കുട്ടികളും മറ്റുള്ള പിന്നെ യുവാക്കളും കൗമാരക്കാരും ഒക്കെ അതിൻ്റെ വാക്താക്കളാകണം എന്നതാണ്. അതേതൊരു തിന്മയും അങ്ങനെയാണ്. തിന്മയുടെ വാക്താക്കളുടെയും ചിന്താഗതി അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത് എന്ത്? ഞാൻ ഏതോ പിശുക്കനായി, ഞാൻ എൻ്റെ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് എന്നെ പോലെ മറ്റുള്ള ആളുകളും പിശുക്കന്മാരാകണം എന്ന് അവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശക്തമായ പരിശ്രമം നടത്തുകയും അത് ഉപദേശിക്കുകയും ചെയ്യും. അത്തരം ആളുകളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇങ്ങനെ പിശുക്ക് കാണിച്ചുകൊണ്ട്, പിശുക്കിനെ കൽപ്പിച്ചുകൊണ്ട് അഹങ്കാരികളാകുന്ന ആളുകളോട് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ പിശുക്ക് കാരണത്താൽ റഹ്മാനായ റബ്ബിന് യാതൊരു നഷ്ടവും വരാനില്ല. അവൻ്റെ ഇസ്സത്തിനോ അവൻ്റെ ഹമീദിനോ അതല്ലെങ്കിൽ അവൻ്റെ വനിയിനോ യാതൊരു ഭംഗവും അത് കാരണം വരികയില്ല. നഷ്ടം ആർക്ക് മാത്രമാണ്? പിശുക്കു കാണിച്ചവർക്ക് മാത്രമാണ് നഷ്ടമുണ്ടാവുക. അതല്ലാതെ അതുകൊണ്ടുള്ള നഷ്ടം അള്ളാഹുവിന് ഒരു ഛേദവും ഒരു നഷ്ടവും അതുകൊണ്ട് വരാനില്ല എന്ന ഒരു താക്കീത് അല്ലാഹു തആല നൽകി. തുടർന്ന് 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ്. ലഖദ് തീർച്ചയായും അർസൽനാ നാം അയച്ചിരിക്കുന്നു, നാം അയച്ചിട്ടുണ്ട്, റുസുലന നമ്മുടെ പ്രവാചകന്മാരെ, നമ്മുടെ ദൂതന്മാരെ നാം അയച്ചിട്ടുണ്ട്, ബിൽ ബയ്യിനാതി വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അയച്ചത്. പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ അവർ പ്രവാചകന്മാരാണ് എന്നതിന്, അവർ ക്ഷണിക്കുന്ന ആ വിഷയത്തിന് വ്യക്തമായ തെളിവോടുകൂടെയാണ് അല്ലാഹു തആല അയച്ചത്. അല്ലാതെ ഒരു പ്രവാചകൻ വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാകണം, സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് എന്ന് പറയുകയല്ല. അല്ലാഹു പറയുക, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്, നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്, തെളിവുകളുമായിട്ടാണ് നാം അയച്ചിട്ടുള്ളത്. വഅൻസൽനാ മഅഹും, അവരോടൊപ്പം നാം ഇറക്കുകയും ചെയ്തു, അൽ കിതാബ, ഗ്രന്ഥങ്ങളെ. അവർക്ക് നാം കൃത്യമായ ഗ്രന്ഥം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ, ഏടുകൾ എല്ലാം നാം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നാം അവരെ നിയോഗിച്ചത്. വഅൻസൽനാ മഅഹും, അവരോടുകൂടെ നാം ഇറക്കുകയും ചെയ്തു, അൽ കിതാബ, ഗ്രന്ഥങ്ങളെ. വൽ മീസാന തുലാസും നാം അവരോടുകൂടെ ഇറക്കുകയും ചെയ്തു. ലിയഖൂമ, നിലകൊള്ളുവാൻ വേണ്ടി അന്നാസു, മനുഷ്യർ, ബിൽ ഖിസ്തി, കൃത്യമായ നീതിമുറയനുസരിച്ചുകൊണ്ട് ജനങ്ങൾ ജീവിക്കുവാൻ വേണ്ടി തുലാസ് ഇറക്കി എന്ന് പറഞ്ഞാൽ കൃത്യമായ തുലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്ന തുലാസല്ല, മറിച്ച് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തുൽ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, കാണേണ്ടത്, കാണാൻ പാടില്ലാത്തത്, കേൾക്കേണ്ടത്, കേൾക്കാൻ പാടില്ലാത്തത്, ഏതെല്ലാം രീതിയിൽ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കൃത്യമായ നീതിയാകുന്ന തുലാസ് നാം അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. പിന്നെ അല്ലാഹു ഇറക്കി, വഅൻസൽനാ, നാം ഇറക്കുകയും ചെയ്തു, അൽ ഹദീദ, ഇരുമ്പിനെ. ഹദീദ്, ഇരുമ്പ്. ഈ ഹദീദ് എന്ന ഈ പദം ഇവിടെ വന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് വന്നത്? ഇരുമ്പിനെ കുറിച്ച് പ്രതിപാദിച്ചത് കൊണ്ടാണ് 57-ാം അധ്യായത്തിന് സൂറത്തുൽ ഹദീദ് എന്ന പേര് വന്നത്. ഹദീദ്, ഇരുമ്പ്. വഅൻസൽനൽ ഹദീദ, ഇരുമ്പിനെ നാം ഇറക്കുകയും ചെയ്തു. ഫീഹി, ആ ഇരുമ്പിലുണ്ട്, ബഅസുൻ ശദീദ്, കഠിനമായ ശക്തിയുണ്ട്, ആയോധന ശക്തി. യുദ്ധത്തിനും മറ്റു പലതിനും വേണ്ടി ഉപയോഗിക്കുന്നത് അന്നും ഇന്നും എന്നും എന്താകുന്നു? ഹദീദ്, ഇരുമ്പാണ്. ആ ഇരുമ്പ് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഇരുമ്പ്. നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ അടുക്കളയിലും നമ്മുടെ വീടുകളിലും നമ്മുടെ ജോലി ആവശ്യാർത്ഥവും ഒക്കെ ഇരുമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്തിനും ഏതിനും എന്ത് വേണം? ഇരുമ്പ് വേണം, അല്ലെ? ഒരു വാഹനം വേണമെങ്കിൽ അതിൽ ഇരുമ്പ് വേണം. ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ അവിടെ ഇരുമ്പിന്റെ ആവശ്യമാണ്. വീട് നിർമ്മാണത്തിന് അത് ഇരുമ്പിന്റെ ആവശ്യമാണ്.
ഇരുമ്പ് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. അല്ലാഹു തആല പറയാ, ഈ ഇരുമ്പ് വഅൻസൽനൽ ഹദീദ്, ഇരുമ്പിനെ നാം ഇറക്കുകയും ചെയ്തു. ആ ഇരുമ്പിൽ എന്തുണ്ട്? ബഅസുൻ ശദീദ്, ശക്തമായ ആയോധന ശക്തിയുണ്ട്. അഥവാ യുദ്ധത്തിന് വേണ്ടി പല ആയുധങ്ങളുമായി എന്തിനെ ഉപയോഗിക്കുന്നു? ഇരുമ്പിനെ ഉപയോഗിക്കുന്നു. അത്തരത്തിലൊരു ഉപയോഗം ഇരുമ്പിലുണ്ട്. പിന്നെയോ അത് മാത്രമല്ല, ഇരുമ്പ് കൊണ്ടുള്ള ഉപയോഗം ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, പിന്നെയോ മനാഫിയ, ഉപകാരങ്ങളുണ്ട്. ലിന്നാസി, മനുഷ്യർക്ക് ധാരാളം ഉപയോഗങ്ങൾ ആ ഇരുമ്പ് മുഖേനയുണ്ട്. അത് നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പ് കൊണ്ടുള്ള ധാരാളം ഉപയോഗങ്ങളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തിനും മനുഷ്യ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് എന്ത്? ഈ ഹദീദ്, ഇരുമ്പ് എന്ന് പറയുന്നത്. ആ ഇരുമ്പിനെ സൃഷ്ടിച്ചതാരാകുന്നു? അള്ളാഹുവാണ്. ആ ഇരുമ്പിനെ ഇറക്കിയതാരാകുന്നു? അള്ളാഹുവാണ് എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്, ഇരുമ്പും നാം ഇറക്കിയിരിക്കുന്നു, അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് പല ഉപയോഗങ്ങളും ഉണ്ട്. കൂടാതെ വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്, വലിയഅലമല്ലാഹ്, അല്ലാഹു അറിയുവാനും, യഅലമ അറിയുക, ലിയഅലമ അറിയാൻ വേണ്ടി, അല്ലാഹു അറിയാൻ വേണ്ടിയും, മൻ യൻസുറുഹു അവനെ സഹായിക്കുന്നതാരാണ് എന്ന് അറിയാൻ വേണ്ടിയും, വറുസുലുഹു അവന്റെ റസൂലിനെയും, ബിൽ ഗൈബി അദൃശ്യനായ നിലയിൽ. റഹ്മാനായ റബ്ബ് അദൃശ്യനാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, അല്ലേ? അള്ളാഹുവിനെ ഇന്ന് വരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആ അദൃശ്യനായ റഹ്മാനായ റബ്ബിനെ കൃത്യമായി ആരാണ് സഹായിക്കുന്നത്? അള്ളാഹുവിന്റെ ദൂതന്മാരാകുന്ന പ്രവാചകന്മാരെ ആരാണ് സഹായിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയും, ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു കവിയുൻ, ശക്തവാനാണ്, അസീസുൻ അവൻ പ്രതാപശാലിയുമാണ്, ഏറ്റവും കവിയായവൻ, ഏറ്റവും ശക്തനായവൻ അള്ളാഹുവാണ്. ആ റബ്ബ് അസീസ്, അവൻ പ്രതാപശാലിയുമാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്മാരുടെയും കൽപ്പനകൾ അനുസരിച്ച് നീതിയോടുകൂടെ വർത്തിക്കണമെന്നും അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും അവരുടെ ഉപദേശങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ള തെളിവുകളും അതനുസരിച്ച് ജീവിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി. എന്തിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്? അതിൻ്റെ ലക്ഷ്യം അള്ളാഹു തആല വിവരിച്ചു. തുടർന്ന് 26-ാമത്തെ ആയത്തിലും തുടർന്നുള്ള ആയത്തുകളിലും ആ പ്രവാചകന്മാരിൽ നിന്ന് ചില പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ ദൗത്യത്തെക്കുറിച്ചും ആ ദൗത്യം മുഖേനയുണ്ടായ ഫലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അള്ളാഹു തആല വിവരിക്കുന്നത്. ചില പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറയുന്നു, വലഖദ് അർസൽനാ നൂഹൻ വഇബ്രാഹീം, വലഖദ് അർസൽനാ, തീർച്ചയായും നാം നിയോഗിക്കുകയുണ്ടായി, നാം അയക്കുകയുണ്ടായി, നൂഹ് നബി അലൈഹിസ്സലാമിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. വഇബ്രാഹീമ, ഇബ്രാഹീമിനെയും, നൂഹിനെയും ഇബ്രാഹീമിനെയും നാം നിയോഗിച്ചു. വജഅൽനാ, നാം ആക്കുകയും ചെയ്തു, ഫീ ദുർരിയത്ത് സന്താനങ്ങൾ, ഫീ ദുർരിയത്ത് സന്താനങ്ങൾ, ഹുമ അവർ രണ്ടുപേരുടെയും, വജഅൽനാ നാം ആക്കുകയും ചെയ്തു, ഫീ ദുർരിയത്തിഹിമ അവർ രണ്ടാളുടെയും സന്തതികളിൽ, നൂഹിന്റെയും ഇബ്രാഹീമിന്റെയും സന്തതികളിൽ നാം ആക്കുകയും ചെയ്തു, അന്നുബുവത, പ്രവാചകത്വം. അവരുടെ സന്താന പരമ്പരകളിൽ പലർക്കും എന്ത് നൽകി? പ്രവാചകത്വം നാം നൽകി. വൽ കിതാബ, ഗ്രന്ഥവും നാം നൽകി. ധാരാളം പ്രവാചകന്മാർക്ക്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും സന്തതികളിൽ ധാരാളം ആളുകൾക്ക് നാം പ്രവാചകത്വവും കിതാബും വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ട്. ഫമിൻഹും മുഹ്തദ്, ഫമിൻഹും അവരിലുണ്ട്, ആരിൽ? നൂഹ് നബിയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ജനതയിൽ, അവരുടെ സന്താനങ്ങളിൽ ഉണ്ട് എന്ത്? മുഹ്തദ്, നേർമാർഗം ലഭിച്ചവർ, സന്മാർഗം പ്രാപിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവരുടെ സന്താന പരമ്പരകളിലുണ്ട്. എന്നാൽ എല്ലാവർക്കും സന്മാർഗം കിട്ടിയിട്ടുണ്ടോ? ആ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് എല്ലാവർക്കും സന്മാർഗം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. വകസീറും മിൻഹും, സന്മാർഗം സിദ്ധിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ വകസീറുൻ, ധാരാളം ആളുകൾ, മിൻഹും അവരിൽ നിന്നുള്ള
ധാരാളം ആളുകൾ ഫാസിഖൂൻ, ദുർനടപ്പുകാരാകുന്നു, തോന്നിവാസികളാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും സന്താന പരമ്പരകളിൽ ധാരാളം ആളുകൾക്ക് നുബുവ്വത്തിനെയും അതേപ്രകാരം കിതാബിനെയും ഗ്രന്ഥങ്ങളെയും നൽകിയിട്ടുണ്ട്. അവരിൽ സന്മാർഗികളും ഉണ്ട്. എന്നാൽ അവരിലുള്ള ധാരാളം ആളുകൾ ആരാകുന്നു? ഫാസിഖൂൻ, ദുർമാർഗികളാണ്, തോന്നിവാസികളാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. തുടർന്ന് 27-ാമത്തെ ആയത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിയ ജനതയ്ക്ക് സംഭവിച്ച അപജയങ്ങളുടെ കാരണവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിൽ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു പഠിപ്പിച്ചു തന്ന ആശയങ്ങളെ, ആദർശങ്ങളെ ജീവിതത്തിൻ്റെ മാർഗരേഖയായി നാം സ്വീകരിക്കുക, അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക, പണിയെടുക്കുക. ഏത് ആയത്തുകളിൽ നിന്നും വിശ്വാസികളായ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ടാകും. ആ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ ഖുർആനിൻ്റെ പഠിതാക്കൾ എന്ന നിലക്ക് തീർച്ചയായും നമുക്ക് കഴിയണം എന്ന മഹത്തായ ചിന്തയാണ് വിശ്വാസികളാകുന്ന എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയുമായി സഹകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോയ നമ്മുടെ കുടുംബത്തിലെ, സനാബിൽ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട മകൻ, സഹോദരൻ ശാരീരികമായ ചില അസ്വസ്ഥതകൾ കാരണത്താൽ ജോലി സംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ വിദേശത്ത് അനുഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട്. സനാബിൽ കുടുംബത്തിലെ മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അവരൊക്കെ നമ്മുടെ മക്കളാണ്. എല്ലാവരും ഈ കുടുംബത്തിലെ, സനാബിൽ കുടുംബത്തിലെ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മക്കളാണ്. ആ ഒരു ചിന്തയോടുകൂടെ ആ പ്രിയപ്പെട്ട മകന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല പൂർണ്ണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജോലികളിലും കച്ചവടങ്ങളിലും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യവും അവൻ്റെ റഹ്മത്തും അവൻ്റെ ബർക്കത്തും സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ആ പ്രിയപ്പെട്ട മകന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.